2026 ഉത്രം നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണകരമായ ഒരു വർഷമാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിലും ചിങ്ങക്കൂറിലും കന്നിക്കൂറിലും ജനിച്ചവർക്ക് ഫലങ്ങളിൽ നേരിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഉത്രം നക്ഷത്രക്കാരുടെ 2026 സമ്പൂർണ്ണ ഫലം താഴെ പറയുന്ന രീതിയിൽ ചുരുക്കി വിവരിക്കാം. പൊതുവായ ഫലങ്ങൾ. പുതിയ സംരംഭങ്ങൾക്കും കാര്യങ്ങൾക്കും തുടക്കം കുറിക്കാൻ പറ്റിയ വർഷമാണിത്. മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും ഈ വർഷം പുനരാരംഭിക്കാൻ സാധിക്കും. ചിങ്ങക്കൂറുകാർക്ക് ആദ്യത്തെ 1/4 ഭാഗം കലാരംഗത്തും കരിയറിലും അംഗീകാരങ്ങൾ ലഭിക്കുമ്പോൾ, കന്നിക്കൂറുകാർക്ക് അവസാനത്തെ 3/4 ഭാഗം വർഷത്തിന്റെ രണ്ടാം പകുതിയോടെയായിരിക്കും കൂടുതൽ ഭാഗ്യം തെളിയുന്നത്. പ്രധാന മേഖലകളിലെ പ്രവചനങ്ങൾ. തൊഴിലും കരിയറും. സ്റ്റാർ ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും സാധ്യതയുണ്ട്. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുങ്ങും. സഹപ്രവർത്തകരിൽ നിന്നും മേലധികാരികളിൽ നിന്നും പിന്തുണ ലഭിക്കും. ഒക്ടോബർ മാസത്തിനു ശേഷം ജോലിയിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. സാമ്പത്തികം. സ്റ്റാർ ധനപരമായി ഈ വർഷം മെച്ചപ്പെട്ട നിലയിലായിരിക്കും. വരവിനേക്കാൾ ചിലവ് കൂടാൻ സാധ്യതയുള്ളതിനാൽ സാമ്പത്തിക ആസൂത്രണം ആവശ്യമാണ്. ഭൂമി, വാഹനം എന്നിവ വാങ്ങാൻ അനുകൂല സമയമാണ്. വർഷത്തിന്റെ മധ്യത്തോടെ പഴയ കടബാധ്യതകൾ തീർക്കാൻ സാധിക്കും. കുടുംബം ആൻഡ് പ്രണയം. സ്റ്റാർ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. അവിവാഹിതർക്ക് വിവാഹ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. ആരോഗ്യം. സ്റ്റാർ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ ആവശ്യമാണ്. ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ അമിത ജോലിഭാരം മൂലമുള്ള ക്ഷീണമോ അനുഭവപ്പെടാം. ചിങ്ങക്കൂറിൽ ജനിച്ചവർക്ക് വർഷത്തിന്റെ തുടക്കത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ കൃത്യമായ വ്യായാമവും ഭക്ഷണരീതിയും പാലിക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ചിങ്ങക്കൂറുകാർ ഉത്രം 1/4 പുതിയ പദ്ധതികൾ തുടങ്ങാൻ മികച്ച സമയമാണ്. വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ കൂടുതൽ സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം. കന്നിക്കൂറുകാർ ഉത്രം 3/4 വർഷാരംഭത്തിൽ ചെറിയ വെല്ലുവിളികൾ ഉണ്ടായേക്കാം. വ്യാഴം രാശി മാറുന്നതോടെ ജൂണിന് ശേഷം തടസ്സങ്ങൾ മാറി ഭാഗ്യം ഒപ്പമുണ്ടാകും. ദോഷപരിഹാരം. ഉത്രം നക്ഷത്രത്തിന്റെ അധിപൻ സൂര്യനായതുകൊണ്ട് ഞായറാഴ്ചകളിൽ സൂര്യപ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യുന്നതും ആദിത്യഹൃദയം ജപിക്കുന്നതും ഗുണകരമാണ്. നിങ്ങളുടെ ജന്മനക്ഷത്രത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കൂടുതൽ വിശദമായ പ്രതിവിധികൾ അറിയണോ, അതോ മറ്റൊരു നക്ഷത്രത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടോ?